എല്ലാവർക്കും നമസ്കാരം. മായസ്റ്റാറ്റിലേക്ക് സ്വാഗതം. അനിഴം നക്ഷത്രക്കാർക്ക് വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റ് ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Joy, prosperity, clear your energy, acceptance, wholeness, cultivation. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഗുഡ് ന്യൂസ് കേൾക്കുന്ന ഒരു സമയമാണ്. അതായത് നല്ല ശുഭവാർത്ത നിങ്ങളുടെ ജീവിതത്തിൽ കരിയറിനെ പറ്റിയാവാം, മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ചിട്ടാവാം. കൂടുതൽ ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം ശുഭവാർത്ത കേൾക്കുന്ന ജോലി സംബന്ധമായിട്ടുള്ള ഫിനാൻസ് ആൻഡ് കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യത്തിലാണ് നിങ്ങൾക്കൊരു ശുഭവാർത്ത കേൾക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു സാഹചര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ നിങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ജീവിതത്തിൽ, എന്തിനാണ് നിങ്ങളുടെ ഈ ഒരു ജീവിതം, നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഭൗതികമായിട്ടുള്ള ലോകത്തിലെ ജീവിത ലക്ഷ്യങ്ങളും അതേപോലെ ആത്മീയമായിട്ടുള്ള ജീവിത ലക്ഷ്യങ്ങളും രണ്ടും രണ്ടായിട്ടുള്ളവരുണ്ടാവും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളതല്ലാതെ രണ്ടും ഒരുമിച്ചുള്ള ജീവിത ലക്ഷ്യം എന്നുള്ള രീതിയിലുള്ളവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ശരിയായിട്ടുള്ള ജീവിത ലക്ഷ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മുഹൂർത്തം ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാവർക്കും ഒരുപോലെ പ്രാവർത്തികമാകണം എന്നില്ല. കാരണം അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ കാര്യത്തിൽ ആ ഒരു സാഹചര്യം അത് മനസ്സിലാക്കി എടുക്കാൻ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുന്നത് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആത്മീയതയിലേക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ കരിയറിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്തുണ്ടാകുന്ന മാറ്റം, നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേകിച്ച് ഒരു ഓഗസ്റ്റ് 19 എന്ന് പറയുന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല ജോലി മാറ്റത്തിനുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം. ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ വെസ്റ്റേൺ ആസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സൺ ലിയോയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത് വളരെ കോൺഫിഡന്റ് ആയിരിക്കും നിങ്ങൾ എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ഒരു ജോലി നിങ്ങൾക്ക് താല്പര്യമില്ല, ജോലിയിൽ നിന്ന് മാറണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു, ഒന്നും നിങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല, നിങ്ങളെ ആരോ പുറകോട്ടേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിൽ വളരെയധികം ധൈര്യം, വളരെയധികം ആത്മവിശ്വാസം ഒക്കെ ഉള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ അയക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജോലി വരുന്ന മാസം, അടുത്ത മാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന അവസരമുണ്ട്, പുതിയ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് പ്രോസ്പെറിറ്റി. ലൈഫിൽ പല കാര്യങ്ങളും പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നു. ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകേണ്ടുന്ന പലയിടങ്ങളിലും നിങ്ങൾ പൊരുത്തപ്പെട്ടു പോകേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ്. ഇപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് പോകണം എന്ന് പറയുന്നുണ്ടാവും. എല്ലാത്തിനോടും നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. എന്നിരുന്നാലും പലതും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു സമയം സൂചിപ്പിക്കുന്നത് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ മാറി നിങ്ങൾ ആഗ്രഹിച്ച പോലെ, നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജീവിത സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പറയുന്ന, നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു തീരുമാനമെടുക്കാൻ പ്രധാനപ്പെട്ട ഒന്നിനു വേണ്ടി ഞാൻ പൊരുത്തപ്പെട്ടു പോകുന്നില്ല, പക്ഷെ നിങ്ങൾ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് വരുന്നത്. ആരും നിങ്ങളെ നിർബന്ധിച്ചിട്ടൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്, ഈ ഒരു സൊസൈറ്റി ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ തന്നെ വേണം നിങ്ങൾ ചെയ്യാൻ എന്നുള്ള രീതിയിൽ ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നതായിട്ടൊന്നും കാണുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അതിപ്പോൾ ഏത് സാഹചര്യത്തിലുള്ളവരാണെങ്കിലും പ്രായഭേദമന്യേ ഒരു സാഹചര്യം അങ്ങനെയാണ്.
കാണിക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വഴി ചൂണ്ടുന്നത് ഒരു ഡിവോഴ്സിലേക്കാണ്. ഇപ്പോൾ വിവാഹിതരായിട്ടുള്ള ചില ആളുകൾ, എല്ലാ വിവാഹിതരായിട്ടുള്ള ആളുകളെയും കുറിച്ചല്ല കേട്ടോ പറയുന്നത്. ഇത് കേട്ടിട്ട് ഇനി വിവാഹത്തിൽ പ്രശ്നങ്ങളൊന്നും വിചാരത്തിന്റെ ആവശ്യമില്ല. വിവാഹ ബന്ധത്തിൽ നിങ്ങൾ സംതൃപ്തരല്ല കാലങ്ങളായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഇപ്പോൾ ഒരു സ്ത്രീകളെയും പുരുഷന്മാരെയും സംബന്ധിച്ചാവും. ഇപ്പോൾ ചില സ്ത്രീകൾ പുരുഷന്മാര്, ഭർത്താക്കന്മാരെ അവരുടെ അടിമകളെ പോലെ ആയിരിക്കും, എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. നേരെ തിരിച്ചുകൊണ്ട് ഭാര്യമാര് പറയുന്ന അനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ നടക്കാൻ, ഇല്ലെങ്കിൽ പ്രശ്നങ്ങളാകുന്ന ഒരു സാഹചര്യം. ഈ രണ്ട് സാഹചര്യങ്ങളും ഈ ഒരു കുഞ്ഞു സാഹചര്യം എന്നുള്ള രീതിയിൽ മാത്രമല്ല, അത് ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് പല പല രീതിയിൽ കാലങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഫൈനലി മാറുകയാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുരുക്കം ചില ആളുകൾ ഇത് ഡിവോഴ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നു. കാരണം അവര് തമ്മിൽ ആ ഒരു കണക്ഷൻ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആവാം. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അത് എല്ലാവരിലും അല്ല എടുത്തു പറയുന്നു. അപ്പോൾ ആ നെഗറ്റീവ് എനർജി ക്ലിയർ ചെയ്യാണ്. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക് തുടർന്ന് പഠിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചവർക്ക് അത് ചെയ്യാം. അതിലേക്ക് നിങ്ങൾ ചുവട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യം മാറുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം വളരെ സുന്ദരമാകുന്നുണ്ട്. ചുരുക്കം ചില ആളുകളിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അതായത് ഒരു നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഒരു വ്യക്തി അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷേ ഇതുവരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാത്തത് കൊണ്ടായിരുന്നിരിക്കാം ആ ഒരു വ്യക്തി ശരിക്കും ഒരു അത്രയും ധൈര്യമോ അല്ലെങ്കിൽ നിങ്ങളോട് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അത്രയും ധൈര്യമൊന്നും ആ വ്യക്തിയിൽ ഉണ്ടാവില്ല ഒരു ഡിവോഴ്സിലേക്കോ കാര്യത്തിലോ പോകാൻ. പക്ഷെ അവർ പറയുന്നത് അനുസരിച്ചത് കൊണ്ട് അതൊരു ശീലമായി പോയതാണ്. ഇത് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങുകയാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങളുടെ ജാതകവശാലുള്ള രാശിയുടെ ഒക്കെ മാറ്റത്തിനനുസരിച്ചിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അക്സെപ്റ്റൻസ് ആണ്. അതായത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് നിൽക്കുമ്പോഴും അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ചില സാഹചര്യം നിങ്ങളിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് അല്ലായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളിപ്പോൾ എന്തിലാണെന്ന് ഇരിക്കുന്നത് അതിൽ വലിയൊരു ഉറപ്പില്ല നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതല്ല എനിക്ക് വേണ്ടതെന്നുള്ളൊരു ചിന്തയായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ചിന്തയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ എന്ത് തന്നെ നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ നമ്മൾ മനസ്സിരുത്തി അതിൽ അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ളതിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കാതെ ഇതല്ല എന്നുള്ള രീതിയിൽ അതിനു വേണ്ട അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാതിരിക്കുക. നിങ്ങൾ ഏത് കോഴ്സ് ഇപ്പം ചെയ്യുന്ന കോഴ്സ് താല്പര്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിലേക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കി. അത് എല്ലാവരിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചില ആളുകൾ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. നിങ്ങളുടെ കയ്യിലുള്ളത് അതെന്തായാലും അതിനെ മനസ്സറിഞ്ഞിട്ട്, അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള എനർജിയാണ് പറയുന്നത്. എഡ്യൂക്കേഷനുമായിട്ട് അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ജോലിയാവാം, കൂടുതലായിട്ട് വിദ്യാഭ്യാസവും ആവാം. ഓക്കെ, വിവാഹാദി കാര്യങ്ങൾക്കുള്ള അവസരം ഈ ഒരു മാസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ വിവാഹമൊക്കെ നീണ്ടു പോയിട്ടുള്ളവരെ, നടക്കാതെ പോയിട്ടുള്ളവരൊക്കെ ഈ ഒരു മാസം പകുതി ആകുമ്പോഴത്തേക്ക് പല വിവാഹ സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാലങ്ങളായിട്ട് വിവാഹത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ളവരാണ് എങ്കിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിവാഹത്തിനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ അത് എല്ലാവരിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, അതും എടുത്തു പറയുന്നു. നിങ്ങളുടെ വിവാഹം നടക്കാത്തതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിൽ കുടുംബക്ഷേത്രം, അത് പ്രത്യേകിച്ച് ചിങ്ങമാസത്തിലേക്ക് പോകുമ്പോൾ കുടുംബക്ഷേത്രത്തിൽ പോവുക. 1-ാം തീയതി പറ്റുന്നുണ്ടെങ്കിൽ പോവാം. അടുത്ത് തന്നെ ഉള്ളവരാണെങ്കിൽ ഇത്തിരി ദൂരെ ഉള്ളവരും ശ്രമിക്കുക ഈ ഒരു മാസത്തിൽ കുടുംബക്ഷേത്രം സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട്.
അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ഒത്തിരി ഭയങ്കര സംഘർഷഭരിതമായിട്ടുള്ളൊരു ജീവിതമാണ് നിങ്ങളുടേത്. നിങ്ങൾ ഒത്തിരി ജോലി സ്ട്രെസ് ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിൽ നിന്നും മാറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾക്കും സമയം ചെലവഴിക്കുക. പുതിയ ഹോബീസ് എന്തെങ്കിലും തിരഞ്ഞെടുക്കുക, എന്തെങ്കിലും വിനോദത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ അതിനൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഹോബീസ് തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം വർക്ക് പ്രഷർ കുറച്ച് കൂടുതലുള്ളൊരു സമയം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർക്കിൽ മാത്രമുള്ള കോൺസെൻട്രേഷൻ കൊണ്ട് അങ്ങനെ വരാം. വർക്കിൽ നിന്ന് മാറിയുള്ള ചിന്തകൾ, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക, ഇതൊക്കെ നല്ല മാനസിക ആരോഗ്യത്തിന് നിങ്ങൾക്ക് നല്ലതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. നന്ദി, നമസ്കാരം.